പ്രൈസ് ദി ലോർഡ്. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഡേവിഡ് ലിവിങ്സ്റ്റന്റേതായിട്ട് പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഓൾ അവർ പെറിൽസ് ആർ നത്തിങ് വെൻ വി ഹാവ് പ്രേയർ. പ്രാർത്ഥന ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രശ്നങ്ങളൊന്നും സാരമില്ല. തന്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ആ കാര്യം പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് വളരെ ശരിയാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കഴിഞ്ഞ വർഷങ്ങളിൽ കടന്നുപോയ കാര്യം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ട് കാണും. ആ പ്രതിസന്ധിയിലൂടെ പോകുന്നതിന് തലയാഴ്ച ഞങ്ങൾ ആരാധനയ്ക്ക് ഇരുന്ന സമയത്ത് ഒരു സങ്കീർത്തന ഭാഗം ഞങ്ങളെ രണ്ടുപേരെയും വളരെയധികം ടച്ച് ചെയ്തു. ആ സങ്കീർത്തന ഭാഗം ഇതാണ്: വീഴുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പിശാചിന് നമ്മളെ തള്ളാനായിട്ട് കഴിയും. വീഴണോ വേണ്ടയോ തീരുമാനിക്കുന്ന ആരാണ്? നമ്മുടെ ദൈവമാണ്. നമ്മുടെ കണ്ണിനെ അഫക്ട് ചെയ്യാം, വൈറസൊക്കെ അഫക്ട് ചെയ്യാം, അതൊക്കെ പിശാചിന് പറ്റും. പക്ഷെ കണ്ണിന് കാഴ്ച പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? നമ്മുടെ ദൈവമാണ്. നമ്മുടെ ദൈവത്തിന്റെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു കൺട്രോൾ. അതാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യം. നമ്മൾ വീഴാതിരിക്കുന്നതിന്റെ ഒരു കാരണം, തളരാതിരിക്കുന്നതിന്റെ ഒരു കാരണം, പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ ഒക്കെ മധ്യത്തില് പിടിച്ചു നിൽക്കുന്നതിന്റെ ഒരു കാരണമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്. എന്നെ ഇത് വളരെയധികം സന്തോഷിപ്പിക്കുകയും മനസ്സിലാക്കുകയും എന്നെ വളരെയധികം ധൈര്യപ്പെടുത്തുകയും ചെയ്തതായിട്ടുള്ള ഒരു ചിന്തയാണ്. ഞാനിത് നമ്മളെല്ലാം സാധാരണക്കാരായതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ വൈഫിന് സ്മിതയ്ക്ക് യൂട്രസിന് ചില കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ ചെറിയൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ സ്മിതയോട് പറഞ്ഞു, അതിനെന്താ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ബീനാനിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഞാൻ ബീനാനിന്റെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം റെഡിയായി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതിനെന്താ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ്, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാനായിട്ട് പറ്റും? ഒന്ന്, സിമ്പിൾ ആണ്, നമുക്കൊരു ഗൈനക്കോളജിസ്റ്റ് നമുക്ക് പരിചയത്തിൽ ഉണ്ട്. രണ്ടാമത്തെ ഒരു ഇൻഫറൻസ് എന്താണ്? നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിന്റെ ആവശ്യം ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? ബീനാനിയുടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസും ബീനാനിയെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ് ആയതുകൊണ്ട് ബീനാനി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരെ കാണിക്കേണ്ട ആവശ്യം ഇല്ല. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, നമുക്ക് അതിന്റെ ഒരു ആവശ്യം ഉണ്ട്, നമുക്കൊരാള് ഉണ്ട്. ഈ ആളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആളുടെ ആവശ്യം ഇല്ല. ഇനി നമ്മൾ ബൈബിളിൽ ഒരു വാക്യത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് ഒരു മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്. ആ വാക്യം, വി ഡു ഹാവ് സച്ച് എ ഹൈ പ്രീസ്റ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നുള്ള ഒരു ഇൻഫറൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സിമ്പിൾ ആൻഡ് പ്ലെയിൻ, വി ഡു ഹാവ് സച്ച് എ ഹൈ പ്രീസ്റ്റ്. നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. എന്നാൽ ഈ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണ്? നമുക്കൊരു മഹാപുരോഹിതന്റെ ആവശ്യമുണ്ട്. ഈ മഹാപുരോഹിതനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ മഹാപുരോഹിതന്റെ ആവശ്യമുണ്ടോ? ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിൽ ഹൃദയത്തിന്റെ പലകയിൽ നിങ്ങൾക്ക് എഴുതണം. ഒന്ന്, നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. രണ്ട്, ഒരു മഹാപുരോഹിതന്റെ ആവശ്യമുണ്ട്. ഈ മഹാപുരോഹിതൻ ഉള്ളപ്പോൾ പിന്നെ വേറെ ഒരു മഹാപുരോഹിതന്റെ ആവശ്യം ഇല്ല. ശരിയല്ലേ? ആരാണ് നമ്മുടെ മഹാപുരോഹിതൻ?
അത് എവിടെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നൊക്കെയാണ് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ നാം ഈ കാര്യം കുറച്ചുകൂടി ഒന്ന്, ഈ പാസേജ് വളരെ ഡീപ്പാണ്, കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ ഇതിനകത്ത് ഈ ഭാഗം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയൊരു വാക്കുണ്ട്. ആ വാക്ക് അതിനകത്ത് നീലക്കളറിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ്? നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, ഗ്രീക്കിൽ അത് കെഫാലയോൺ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെഫാലയോ എന്ന് പറഞ്ഞാൽ ഹെഡ് ആണ്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ആർഗ്യുമെന്റ് എന്ന് വേണേൽ പറയാം, അത് സം ടോട്ടൽ എന്ന് വേണേൽ പറയാം, സമ്മറി എന്ന് വേണേൽ പറയാം, ദ മെയിൻ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സാരം എന്ന് പറഞ്ഞ വാക്ക് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. നമുക്ക് ഈ ഭാഗത്തേക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കിയാൽ ഈ മഹാപുരോഹിതന്റെ ആ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് വീണ്ടും വളരെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതുവരെ പറഞ്ഞു വന്നതിന്റെ ആ സമ്മറിയാണിത്. എന്താണ്? നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ 7 അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഉണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം ഈ PG ഒക്കെ പറയാം, ഡാനിയുടെ കാര്യത്തിന് എടുക്കുക. ഡാനിയോട് നമ്മൾ ചോദിക്കാം, ഡാനി പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു എന്ന് പറയും. എന്നാൽ കുറച്ചുകൂടി ചോദിച്ചാൽ പറയാൻ ഡാനി ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈ പ്രസന്റേഷൻ, പേപ്പർ പ്രസന്റേഷൻ ഭയങ്കര പ്രയാസമാണെന്ന് പറയും. പേപ്പർ പ്രസന്റേഷനെ കഴിഞ്ഞ് കൂടുതൽ ഒരു പ്രയാസമുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഡാനി ചെയ്യുന്ന റിസർച്ച് എല്ലാം കൂടെ കൂടി ഒരു ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്യണം. അത് ഏതെങ്കിലും ഒരു ജേർണലിൽ വരണം. എത്ര ജേർണലിൽ ആ ആർട്ടിക്കിൾ വന്നു എന്നുള്ളത് ഡാനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പൊ ഡാനിക്ക് വേണമെങ്കിൽ ഡാനി പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മനോരമ ആരോഗ്യ മാസികയിൽ എഴുതാം. അത് ആർക്ക് വേണമെങ്കിലും എഴുതാം. എന്നാൽ ഈ ജേർണലിൽ എഴുതുവാണെങ്കിൽ അത് വായിക്കുന്ന ആരായിരിക്കും? ഈ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, ഇതിനെ കുറിച്ച് അറിയാവുന്ന ആളുകളായിരിക്കും വായിക്കുന്നത്. അവരെ ഇംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എളുപ്പമുള്ള കാര്യമാണോ? അല്ല. അപ്പൊ ജേർണൽ ഒരു ആർട്ടിക്കിൾ എഴുതുക, അത് ആളുകൾ വായിക്കുന്ന ഒരു ജേർണൽ എഴുതുക എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് വെരി ടഫ് ആൻഡ് ഡിഫിക്കൽട്ട് തിങ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ PG കോഴ്സിന്റെ ഒരു കംപ്ലീഷന് ഈ ഒരു ജേർണൽ 1-2 ജേർണൽ എഴുതണമെന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. സോ എനിവേ, ജേർണൽ വായനക്കാരാണ്? എക്സ്പേർട്സ് ആണ്. എന്ന് പറഞ്ഞതുപോലെ ഈ എബ്രായ ലേഖനം എന്ന് എഴുതിയിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് യഹൂദ നിയമങ്ങൾ, യഹൂദ പാരമ്പര്യങ്ങൾ, യഹൂദ ചരിത്രം ഇതെല്ലാം അരച്ച് കലക്കി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രബന്ധം പോലെ, അല്ലെങ്കിൽ ഗവേഷണ പ്രബന്ധം പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ആർഗ്യുമെന്റേറ്റീവ് ആയിട്ട്, ഒരു അടുക്കും ചിറ്റയോടുകൂടി എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണിത്, എബ്രായ ലേഖനം. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കണം? പഴയ നിയമ ചരിത്ര പശ്ചാത്തലവും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എബ്രായ ലേഖനം നമുക്ക് പൂർണ്ണമായി അതിന്റെ അളവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇറ്റ്സ് എ വെരി കോംപ്രിഹെൻസീവ്, കോഹിയറന്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു പേപ്പർ കണക്ക് എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധം കണക്ക് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് എബ്രായ ലേഖനം. അതിൽ ഓരോ വാക്കും എന്താണ്? വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് the main point is എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? The summary, the സാരം, the sum total of what we have said thus far is എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയാം, നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട എന്നുള്ളത് സിമ്പിൾ ആണെങ്കിൽ പോലും ഈ 7 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിന്റെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ഉള്ളൂ ഈ മഹാപുരോഹിതന്റെ കാര്യം നമുക്ക് അതിന് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ഈ വാക്യം നമുക്ക് ഒന്നുകൂടി ഒന്ന് അൺപാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആരാണ് നമ്മുടെ മഹാപുരോഹിതൻ? യേശു ക്രിസ്തു ആണ് നമ്മുടെ മഹാപുരോഹിതൻ. നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? നമ്മുടെ കർത്താവ് തന്നെയാണ്. ഈ എവിടെയാണ് നമ്മുടെ കർത്താവ് ശുശ്രൂഷിക്കുന്നത്? ഈ വാക്യത്തിലുണ്ട്. എവിടെയാണ്? അല്ല, എവിടെയാണ്? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. എവിടെയാണ്? സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ എവിടെയാണ്? മഹിമാസനത്തിന്റെ വലത് ഭാഗത്ത്. കർത്താവിന്റെ ശുശ്രൂഷ മണ്ഡലം എവിടെയാണ്? സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പാർശ്വമായിട്ടുള്ള കാര്യമാകുള്ളൂ. പിന്നെ എവിടെയാണ്?
ദൈവിക സിംഹാസനത്തിന്റെ തൊട്ടടുത്താണ് ആര് ശുശ്രൂഷിക്കായിട്ട് നിൽക്കുന്നത്? നമ്മുടെ മഹാപുരോഹിതൻ നിൽക്കുന്നത്. അത് മാത്രമല്ല, നോക്കാം, രണ്ടാമത്തെ ആർഗ്യുമെന്റ് നോക്കണം. വിശുദ്ധ സ്ഥലത്തിന്റെയും, വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാ? പഴയ നിയമ കാലത്ത് ഉണ്ടായിരുന്ന വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യൻ സ്ഥാപിച്ച കാര്യങ്ങളുടെ അല്ല, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനാണ്. ആ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. എവിടെയാണ് കർത്താവ് ശുശ്രൂഷിക്കുന്നത്? ഒന്ന്, സ്വർഗത്തിൽ. രണ്ട്, കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൽ. ഈ പുരോഹിതന്റെ പ്രവൃത്തി എന്താണ്? പുരോഹിതന്റെ ഡ്യൂട്ടി എന്താണ്? അതായത് ഇതിൽ നിൽക്കുക, ഒരു മനുഷ്യരുടെയും ദൈവത്തിന്റെയും മധ്യേ നിൽക്കുക. അപ്പൊ നമ്മുടെ മഹാപുരോഹിതന്റെ ഡ്യൂട്ടി എന്താണ്? എന്റെയും എന്റെ ദൈവത്തിന്റെയും മധ്യേ എനിക്ക് വേണ്ടി നിൽക്കുക. സാംസൺ കുറച്ചു മുമ്പ് തുടങ്ങിയ സമയത്ത് യേശു കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നിന്ന് പറഞ്ഞു. നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം. 15-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കണം. അത് 14-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, എന്താണ്? ഞാൻ അങ്ങോട്ട് പോവുകയാണ്, പോയി കഴിയുമ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കും. അപ്പൊ പിതാവ് ഒരു കാര്യസ്ഥനെ ഇങ്ങോട്ട് അയക്കും, ഒരു അഡ്വക്കേറ്റ് ഇങ്ങോട്ട് അയക്കും. ആ സിമ്പിൾ ആയിട്ട് മീനിങ് എന്താണ്? കർത്താവ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നമുക്ക് എന്ത് ലഭിച്ചത്? പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചത്. സോ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ശ്രദ്ധിച്ചോണം, ഞാൻ പറഞ്ഞത് ഈ സാരമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ മഹാപുരോഹിതന്റെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആരാണ് നമ്മുടെ മഹാപുരോഹിതൻ? ആ കഴിവും ആ മഹാപുരോഹിതന്റെ ശേഷിയും അവന്റെ പ്രതാപവും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ അറിയാതെ നമ്മൾ എക്സൈറ്റഡ് ആകുന്നത്. ദ പേഴ്സൺ ഓഫ് ഹിസ് ബീയിങ്. യേശുവിന്റെ നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? ഒന്ന്, അതിന്റെ ഞാൻ പറഞ്ഞ സമ്മറി ഓഫ് ഓൾ ദീസ് തിങ്സ് എന്നാണ് പറയുന്നത്. അതായത് സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? തേജസ്സിന്റെ പ്രഭ. ഹല്ലേലൂയ. നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനുണ്ട്, സൂര്യന്റെ രശ്മിയുണ്ട്. ദൈവത്തിന്റെ പ്രഭയാണ് ആര്? എന്റെ മഹാപുരോഹിതൻ. ദ റേഡിയൻസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഒന്നാമത് നമ്മുടെ മഹാപുരോഹിതൻ ആരാണ്? ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. ദൈവം എന്താണ്, എങ്ങനെയാണ് പ്രകാശിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആരിലും നമ്മുടെ മഹാപുരോഹിതൻ നോക്കിയാൽ മതി. രണ്ടാമത്തെ, മലയാളത്തിൽ വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം, മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വാക്കാണത്. ആരാണ്? രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? തത്വത്തിന്റെ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ. ഇംഗ്ലീഷ് എന്താണ്? ദ എക്സാക്ട് ഇംപ്രിന്റ് ഓഫ് ഗോഡ്സ് നേച്ചർ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം എന്താണ്? തേജസ്സിന്റെ പ്രഭയാണ്. ദൈവം എങ്ങനെ ഇരിക്കുന്നു എന്ന് ഉള്ളതിന്റെ ഒരു എക്സാക്ട് ഇംപ്രിന്റ് ആണ് ആര്? യേശു കർത്താവ്. നമ്മുടെ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ യേശു കർത്താവ് എന്താണ് ചെയ്യുന്നത്? എന്താണ് മൂന്നാമത്തെ കാര്യം? എന്താണ്? സകലത്തെ നിന്നാണ്. സകലം അത്രയാണ്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. He upholds the universe by the words of his power. ആരാണ് നമ്മുടെ മഹാപുരോഹിതൻ? നമുക്ക് ദൈവത്തിന് മധ്യം നിൽക്കുന്നവൻ ആരാണ്? വളരെ പവർഫുൾ ആണ്. ആരാണ്? ഒന്ന്, തേജസ്സിന്റെ പ്രഭ. നമുക്കൊന്നും നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തേജസ്സിന്റെ പ്രഭ. ദൈവം എങ്ങനെ ഇരിക്കുന്നോ എന്ന് ആ സ്വഭാവം അറിയാൻ ആരും നോക്കിയാൽ മതി. തത്വത്തിന്റെ മുദ്ര ദൈവം ഈസ് ഈക്വൽ ടു ജീസസ് ക്രൈസ്റ്റ്. അത് മാത്രമല്ല, അവന്റെ പവർ ആണ്. എന്താണ്? സകലം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സ് ആയിക്കോട്ടെ, സകല ഗാലക്സിയെയും. ഒറ്റ കാര്യം എന്താണ്? കൈ പോലും വേണ്ടതാണ് പറഞ്ഞാൽ മതി. ഇത്രമാത്രം വലിയ പ്രതാപശാലിയായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടിയിട്ട് പിതാവിന്റെ സന്നിധിയിൽ
അതുകൊണ്ടാണ് നമ്മളിവിടെ വീണ്ടാതെ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? 4:14 പറഞ്ഞിരിക്കുന്ന ഒരു വാക്യാണ്. എന്താണ്? He passed through the heavens. ഈ ആകാശത്തോടെ എന്ത് ചെയ്തു? കടന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താണ്? Who has passed through the heavens എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും ജയിച്ചു, മരണത്തെ പോലും എന്ത് ചെയ്തു? തോൽപ്പിച്ച് കടന്നുപോയ സാധാരണ പുരോഹിതനാണോ? പിന്നെന്താണ് അഡ്ജക്റ്റീവ് പറയുന്നത്? എന്താണ്? ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഒന്നുകൂടെ പറഞ്ഞ ആരൊക്കെയാണ് നമ്മുടെ മഹാപുരോഹിതൻ? ദൈവ തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവൻ ആകാശത്തോടെ കടന്നുപോയ ഒരു വ്യക്തിത്വമാണ്. ഇത്ര ഭയങ്കരനായ ദൈവമാണെങ്കിലും ആ മഹാപുരോഹിതനാണെങ്കിലും ഒരു പ്രത്യേകതയുള്ള എന്താണ്? ഇത്ര ഭയങ്കരനാണെങ്കിൽ എന്താണ്? 1:4-14 എന്താണ്? നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയും. സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ദൈവത്തിന്റെ ഇംപ്രിന്റായ, ദൈവത്തിന്റെ തേജസ്സായ ഇത്ര ഭയങ്കരനായ ഒരു വ്യക്തിയാണെങ്കിലും നമ്മുടെ ബലഹീനതകളിൽ he can sympathize with us. ഹല്ലേലൂയ. ഇതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അവൻ ശക്തി ഉണ്ടായതോ കഴിവുണ്ടായതിട്ടോ അല്ലെങ്കിൽ എന്താണ് ഭയങ്കരനായതുകൊണ്ടോ കാര്യമില്ല. ആ മഹാപുരോഹിതൻ എന്റെ ബലഹീനതകളിൽ, എന്റെ അവസ്ഥയിൽ എന്നോട് സഹതാപം, എംപതൈസ് ചെയ്യാനായിട്ട് അവന് കഴിയും. കാരണം എന്താണ്? അവൻ ഈ ലോകത്തിൽ എന്നെ പോലെ ജീവിച്ചവനാണ്. He was as we are. നമ്മളെ പോലെ ജീവിച്ചവനാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നമ്മെ പോലെ അല്ല അവൻ. എന്താണ്? നമ്മൾ ലോകത്തിൽ ജീവിച്ച് നമ്മൾ പാപത്തിൽ എന്ത് ചെയ്തു? വീണു. എന്നാൽ അവൻ ലോകത്തിൽ ജീവിച്ച് പാപത്തെ അതിജീവിച്ചു. അതുകൊണ്ട് നമ്മെ ജയോത്സവമായി നടത്താൻ അവന് കഴിയും. അതാണ് ബലഹീനതകളിലുള്ള സഹതാപം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അവൻ നമ്മെ പോലെ ആയവനായതുകൊണ്ട് നമ്മെ സഹായിക്കും. എന്നാൽ നമ്മെ പോലെ ആയിരിക്കുമ്പോൾ തന്നെ എന്താണ്? നമ്മെ പോലെ അവൻ അല്ല, അവൻ വിജയിച്ചവനാണ്. അതുകൊണ്ട് നമ്മെ എന്താണ് ബലഹീനതയിൽ സഹതാപം കാണിച്ച് എംപതൈസ് ചെയ്ത് നമ്മെ വിജയോത്സവമായി നടത്താനായിട്ട് കഴിവുള്ളവനാണ്. ആര്? നമ്മുടെ കർത്താവ്, നമ്മുടെ മഹാപുരോഹിതൻ. പിന്നെ വീണ്ടും അതിന് 7ാം സമ്മറിയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു പുരോഹിതനാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആരാണ്? ഹോളി, ഇന്നസെന്റ്, അൺസ്റ്റെയിൻഡ്, സെപ്പറേറ്റഡ് ഫ്രം സിന്നേഴ്സ് ആൻഡ് എക്സോൾട്ടഡ് എബവ് ഓൾ ഹെവൻസ്. ഇങ്ങനെ ഒരു പുരോഹിതനാണ് നമുക്ക് വേണ്ടത്. അല്ലെ? ആ ക്യാരക്ടറാണ്. ഭയങ്കരനാണ്, അതേസമയം സിംപലൈസ് ചെയ്യാനായിട്ട് കഴിവുള്ളവരും കൂടിയാണ്. ഇനി നമ്മുടെ എന്താണ് ആ കർത്താവ് ശുശ്രൂഷ മണ്ഡലമാണ്. ഏതാണ്? എവിടെയാണ് കർത്താവ് ശുശ്രൂഷിക്കുന്നത്? ഇത്ര ഭയങ്കരനായിരിക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ ഇത്ര ഭയങ്കരനായിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ എവിടെയാ ഇപ്പൊ നിൽക്കുന്നത്? ആ വാക്യം ശ്രദ്ധിക്കണം. ഗ്രീൻ എന്താണ്? ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ മഹാപുരോഹിതൻ ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത്? എവിടെയാ നിൽക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ പ്രത്യക്ഷനാകാന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷിൽ അപ്പിയർ ചെയ്യാന്നുള്ളതാണ്. അപ്പിയർ ഇന്നലെ നമ്മൾ ടി വിക്കകത്ത് കണ്ടാണ്. 2 ദിവസങ്ങളായി ടി വിക്കകത്ത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. എന്താണ് ഈ ഒരു ബോച്ച എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ട് രാമൻ പിള്ള എവിടെ അപ്പിയർ ചെയ്തു? ലോവർ കോർട്ടിൽ അപ്പിയർ ചെയ്തു. ഇനി അയാൾ ഹൈക്കോർട്ടിലേക്ക് അപ്പിയർ ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടിയിട്ട് എവിടെ അപ്പിയർ ചെയ്യാനായിട്ടാണ്? സ്വർഗത്തിൽ അപ്പിയർ ചെയ്യാനായിട്ട് ആരിപ്പോ പോയിട്ടുണ്ട്? അതാണ് ആ വാക്കിന്റെ അർത്ഥം. സോ എന്നിട്ട് പറയാം എന്താണ്? വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും
ശുശ്രൂഷകനായ ഒരു മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ അതിലേക്ക് ചിന്തിക്കുന്ന കാര്യമാണ്. ഇത്രമാത്രം വലിയൊരു പുരോഹിതൻ, ഇത്രമാത്രം കഴിവുള്ള സിദ്ധിയുള്ള ഒരു പുരോഹിതൻ ഉള്ളപ്പോൾ പിന്നെ നമുക്ക് വേറെ ആളുടെ ആവശ്യം ഇല്ല. നമുക്ക് സ്പീഡിൽ പോകണമല്ലോ. ഇനി അത് മാത്രമല്ല, ഈ മഹാപുരോഹിതന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 9-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തില് ഈ പഴയ നിയമ പുരോഹിതന്മാർക്ക് എന്ത് വേണമായിരുന്നു? എന്ത് വേണമായിരുന്നു? കൂടെ കൂടെ ബലി അർപ്പിക്കണമായിരുന്നു. ഇപ്പം കത്തോലിക്ക സഭയിലാണെങ്കിൽ എന്താണ്? കൂടെ കൂടെ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ബലി അർപ്പിക്കുകയാണ്. എന്നാൽ ഇതെന്താണ്? ഒറ്റ ബലി മതി. എന്താണ്? എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്ന് അറിയാം? ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ. എന്താ സംഭവം? എന്താണ്? മഹാപുരോഹിത സാക്ഷാത്താണ്. നമ്മുടെ മഹാപുരോഹിതൻ എന്താണ്? വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ. ആർക്കാ നന്മ വരാനായിട്ടുള്ളത്? നമുക്ക് എന്താ ഈ നന്മ വരാനായിട്ടുള്ള ഈ മഹാപുരോഹിതൻ? ആ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 8-ാമത്തെ അധ്യായത്തിൽ 8-9 വാക്യം, അതായത് ഈ എബ്രായർ 9-ാമത്തെ അധ്യായത്തിൽ 8-9 വായിച്ചേ. വായിച്ചേ. 9:8-9 വായിക്കാം. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ട്. സ്തോത്രം. മനസ്സിലാക്കണേ, ഏതാ മുൻകൂടാരം എന്ന് പറഞ്ഞ? ഏതാ? എന്റെ നമുക്ക് എഴുതിയ ലേഖനം അല്ല ഇത്. യഹൂദന്മാരെ നിങ്ങളുടെ പഴയ സിസ്റ്റം ഒക്കെ നിൽക്കുന്ന സമയത്ത് എന്താണ്? എന്താ വെളിപ്പെടാത്തത്? വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് വഴിയില്ലായിരുന്നു. പിന്നെ രണ്ടാമതെന്താണ്? എന്ന് പരിശുദ്ധാത്മാവിനാൽ സൂചിപ്പിക്കുന്നു. എന്താണ്? ഈ കൂടാരം ഈ കാലത്തേക്ക് ഒരു സദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത യാഗങ്ങളെ കൂടെ കൂടെ അർപ്പിച്ചു പോന്നു. ഈ വരുവാനുള്ള നന്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആർക്ക് എന്തില്ലായിരുന്നു? വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള, അത് കർത്താവ് വസിക്കുന്ന ഇടത്തേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണ്? യാഗം കൂടെ കൂടെ അർപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷെ എന്താണ്? മനസാക്ഷിയിൽ യാതൊരു സമാധാനവും ഇല്ല. ഇതായിരുന്നു പ്രശ്നം. എന്നാൽ യേശുക്രിസ്തു വരുവാനുള്ള നന്മ, യേശുക്രിസ്തുവിന്റെ യാഗത്തിന് ശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണ്? ദൈവാലയത്തിലേക്കുള്ള വഴി തുറന്നു. രണ്ടാമത് എന്താണ്? മനസാക്ഷിയിൽ ഒരു എന്താണ്? സമാധാനം, പൂർണ്ണ സമാധാനം തന്നു. മൂന്നാമത്തേത് യേശുവിന്റെ ആ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താണ്? പരിപൂർണത. അത് യഹൂദ ലീഡേഴ്സിന് മനസ്സിലാക്കത്തക്ക രീതിയിൽ എന്താണ്? കൂടെ കൂടെ ഇത് അർപ്പിക്കാനായിട്ട് ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം മതി. മൂന്നാമത്തേത് നമ്മുടെ ആ മഹാപുരോഹിതന്റെ ശുശ്രൂഷ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസ് ആൻ അൺചേഞ്ചിങ് ഹൈ പ്രീസ്റ്റ്. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം അത്രേ സ്ഥാപിച്ചത്. നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകതയിൽ ഒരു പ്രത്യേകത എന്താണ്? ഈസ് ആൻ ഇറ്റേണൽ പ്രീസ്റ്റ്. സെക്കൻഡ്, അതുകൊണ്ട് അവൻ സദാ തന്നോട്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമുക്ക് ഹല്ലേലൂയ പറയാനായിട്ട് പറ്റുന്ന വാക്യാണ്. എന്താണ്? അതുകൊണ്ട് ഇത്രമാത്രം ഭയങ്കരനും നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ള ഭയങ്കരനായ ദൈവമായതുകൊണ്ട് എന്താണ്? പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് എന്താണ്? ആരെയാണ് പൂർണ്ണമായി രക്ഷിക്കുന്നത്? നമ്മളെയൊന്നും അല്ല, തെറ്റിക്കുക, നമ്മളെ അല്ല. അതുകൊണ്ട് താൻ മുഖാന്തരമായി, അതായത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക്, അല്ലെങ്കിൽ താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവർക്ക് വേണ്ടി
പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. നമ്മൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ദൈവത്തോട് അടുത്ത് യേശുക്രിസ്തു മുഖാന്തരം അടുത്ത് ചെന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നന്മകളൊന്നും നമുക്ക് കിട്ടുകയില്ല. അതാണ് മാറ്റമില്ലാത്തത് എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ ഈ വാക്യം എന്താണ് നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ 7 അധ്യായങ്ങൾ പറയാണ് നമ്മുടെ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠത, മഹിമ, കഴിവ്, സിദ്ധി, ആ വലിപ്പ്, ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ് എന്താണ് ഇത്രയും പറഞ്ഞിട്ട് this is the concluding statement. This is my conclusion of my argument. We have a high priest. നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. ഇത് വായിച്ചവരൊക്കെ എന്താണ് ആദ്യം വായിച്ചവരൊക്കെ പഠിച്ചവരൊക്കെ അവർക്ക് എന്തുമാത്രം എക്സൈറ്റഡ് ആയി കാണും ഞാൻ വിചാരിക്കുക. പഴയ നിയമ കാലത്ത് ഞങ്ങൾ ആടിനെ കൊന്ന് ഒരു സമാധാനവും ഇല്ല, അടുത്ത് ചെല്ലാൻ പറ്റും അതുമില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ദൈവമായിരിക്കുന്ന ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മരിച്ച ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു, സദാ ജീവിക്കാൻ എന്താണ് രക്ഷിപ്പാൻ പ്രാപ്തനാണ്. ഇതെല്ലാം കേട്ടപ്പോൾ എത്രമാത്രം എക്സൈറ്റഡ് ആയി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഈ വാക്യത്തിന്റെ ആ സമ്മറി, എന്താണ് സാരം. മനസ്സിലായോ? മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കും. കുറച്ചെങ്കിലും മനസ്സിലായി കാണും. എന്നാൽ യേശുക്രിസ്തു നമുക്കൊരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാം ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം എന്താണ്? സ്വീകാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? സ്വീകാരം ഇംഗ്ലീഷില് ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. ഇതൊരു ഡോക്ടറൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. നോക്കുക, 4-ാമത്തെ അധ്യായം, നമ്മൾ 4-ാമത്തെ അധ്യായത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് വായിച്ചത്. 4-ാമത്തെ അധ്യായത്തിലേക്ക് നോക്കാം. ഹോൾഡ് ഫാസ്റ്റ് അവർ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്. അത് 3 കാര്യങ്ങളാണ് നമ്മുടെ സ്വീകാരം എന്ന് പറയുന്നത്. സ്വീകാരം, കൺഫെഷൻ. കൺഫെഷൻ എന്ന് ഏറ്റു പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, അത് ആ ട്രാൻസ്ലേഷനിൽ വന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഞാൻ വായിക്കാം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെ ആയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ. 22-ാമത്തെ വാക്യം, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവന്റെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതാണ് നമ്മുടെ കൺഫെഷൻ എന്ന് പറയുന്നത്. എന്താണ് കൺഫെഷൻ? ഒന്ന്, he did appear. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ പ്രത്യക്ഷനായത്? എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്താൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇത് നമ്മളിപ്പോ മുറുകെ പിടിക്കേണ്ട കാര്യമാണ്. 2, he does appear in the heaven for us. അവൻ നമുക്ക് വേണ്ടി ഇപ്പോൾ എവിടെയാണ് പ്രത്യക്ഷനായിരിക്കുന്നത്? ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. 3ാമത് എന്താണ്? നാം ദൈവത്തിനായിട്ട് കാത്തു നിൽക്കും. നമ്മുടെ രക്ഷയ്ക്കായിട്ട് അവൻ വീണ്ടും പ്രത്യക്ഷനാകും. പ്രത്യക്ഷനാകും. സ്തോത്രം. ഈ ഒരു കൺഫെഷൻ ഓഫ് അവർ ഫെയ്ത്ത് ആണ്. എന്താണ്? വളരെ ഡീപ്പായിട്ടുള്ള തോട്ട്സ് ആണ്. ഇത് എനിക്ക് എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പ്രയാസങ്ങളും പ്രാക്ടിക്കലായിട്ട് പറയാം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും നിരാശയും ഒക്കെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ പിടിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് നമ്മുടെ സ്വീകാരം? എന്താണ് പിടിക്കേണ്ടത്? ഒന്ന്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ പ്രത്യക്ഷനായി. അത് ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആണ്. 2ാമത്,
എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അവൻ പ്രത്യക്ഷനാണ്. മൂന്നാമത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷനാകും. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിന്ത നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് പിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? സ്വീകാരം മുറുകെ പിടിക്കണം. ഞാനിപ്പോ ഈ പേന വേണം ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എടുത്തോണ്ട് 2 പേരുകൊണ്ട് വേണമെങ്കിൽ പിടിച്ചാലും എടുത്തോണ്ട് പോകാം. എന്നാൽ ഇങ്ങനെ പിടിച്ചാൽ എന്ത് ചെയ്യാം? എന്ത് പറ്റത്തില്ല, പെട്ടെന്നൊന്നും അതങ്ങ് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സാക്ഷിയോട്, നമ്മുടെ ഹൃദയത്തോട് നമ്മൾ പറയണം എന്താണ്? എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രത്യക്ഷനായി, ഇപ്പോൾ അവൻ പ്രത്യക്ഷനാണ്, ഇനി വീണ്ടും പ്രത്യക്ഷനാകും. ഈ ഒരു ചിന്ത നാം നമ്മോട് തന്നെ പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഇത് 9:24 പ്രിയ ദൈവമക്കളെ, പറയാൻ ഉദ്ദേശിച്ചത് യേശു കർത്താവ് ഇപ്പോൾ എന്താണ്, എവിടെയാണ്? നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉണ്ട്. നാം ഇന്ന് നിവർന്ന് നിൽക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി ഒരുവൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. നാം ഇന്ന് ഈ ലോകത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നാം ഇന്ന് ലോകത്തിൽ ധൈര്യത്തോടെ ജീവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് വേണ്ടി ഒരുവൻ ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് പറയാം. എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നതിന്റെ, നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്റെ യേശു കർത്താവ് എവിടെയാണ്? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മുറുകെ പിടിക്കേണ്ട എന്താണ് കാര്യം? എന്താണ് പ്രശ്നം വരുമ്പോൾ എന്താണ്? എനിക്ക് വേണ്ടി എന്റെ കർത്താവ് അവിടെ ഉണ്ട്, അതുകൊണ്ട് എന്താണ് വിഷമിക്കേണ്ട കാര്യം ഇല്ല. വീഴാൻ തക്കോടെ എന്നെ തള്ളാം, പക്ഷെ ഞാൻ വീഴണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആരാണ്? എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഇപ്പോൾ എന്റെ കർത്താവ് എവിടെ നിൽക്കുകയാണ്? സ്വർഗത്തിൽ നിൽക്കുകയാണ്. ഇതാണ് ആദ്യം ചെയ്യുന്നത്. ഈ ഒരു സ്വീകാരം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? മുറുകെ പിടിക്കണം. രണ്ടാമത്, അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലണം. കാരണം യേശു കർത്താവ് അവിടെ പ്രത്യക്ഷനാണ്. പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി ആര് ചെല്ലണം? എനിക്ക് വേണ്ടി ആര് ചെല്ലണം? എനിക്ക് വേണ്ടി സഭ ചെല്ലുന്നതിന് നല്ലതാണ് ആര്? ഞാൻ തന്നെ. എങ്ങനെ ചെല്ലണം? ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലണം. എവിടെയാ ചെല്ലേണ്ടത്? എവിടെയാണ്? ത്രോൺ ഓഫ് ഗ്രേസ്, കൃപാസനത്തിലാണ് ചെല്ലേണ്ടത്. എങ്ങനെയാണ് ചെല്ലേണ്ടത്? ധൈര്യത്തോടെ. എപ്പോ ചെല്ലണം? എന്തിനു വേണ്ടി ചെല്ലണം? കരുണ ലഭിക്കാനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി. ഒബ്റ്റെയിൻ ഗ്രേസ്. എപ്പോ ചെല്ലണം? എപ്പോ ചെല്ലണം? എപ്പോ ചെല്ലണം? ഏത് സമയത്തും ചെല്ലാം. സ്തോത്രം. ഞാൻ ആ ബിനാന്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ ബിനാനെ വിളിച്ച് പറഞ്ഞു ചേർന്നു. ബിനാനെ കാണാന്ന് പറയും. ബിനാന്റെ ആ ഒപ്പി ഇരിക്കുന്ന സ്ഥലം, ആ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ വിളിച്ചു പറഞ്ഞാണ് പോയെങ്കിലും ഞങ്ങളൊക്കെ അർജന്റായിട്ട് കുറച്ച് പേഷ്യൻസിനെ നോക്കിയതിന് ശേഷമാണ് ഞങ്ങളെ വിളിച്ചത്. അത് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം അടുത്ത് ചെല്ലുന്ന സമയത്ത് ഞാൻ രാഹുലിന്റെ കാര്യം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ല ഞാൻ എക്സാമിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക, ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ എന്ന് പറയൂ. ഞാൻ അഗസ്റ്റിൻ ബ്രദറിന്റെ കാര്യം ഞാൻ ഡീൽ ചെയ്തോണ്ടിരിക്കുക, കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാന്ന് പറയാം. അതാണ് തത്സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമുക്ക് ഡോക്ടറെ കാണാൻ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പാതിരായി ഡോക്ടറെ അടുത്ത് മുട്ടാൻ പറ്റും. ഒരു ടൈമുണ്ട്. എന്നാൽ ഈ നമ്മുടെ ദൈവത്തിന് ടൈമും ഇല്ല, ഒന്നുമില്ല. ഏത് സമയത്താണോ നീഡ്, തത്സമയത്ത് നമുക്ക് എന്ത് ചെയ്തു വിളിക്കാൻ ലൈനും ദൈവത്തെ കിട്ടും എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അവന് സാധിക്കും.
സോ നമ്മൾ ചെയ്യേണ്ട നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, ഭയങ്കര ദൈവം തന്നെയാണ് ആ മഹാപുരോഹിതൻ. നമുക്ക് വേണ്ടി മതിച്ച് അപ്പിയർ സ്വർഗത്തിൽ നിൽക്കുകയാണ്. നമ്മൾ 2 കാര്യം ചെയ്യണം. എന്താണ്? ഒന്ന്, ഈ മഹാപുരോഹിതൻ നമുക്ക് ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചോണം. മുറുകെ പിടിച്ചോണം. മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓടി ആ മഹാപുരോഹിതന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് സാധിക്കും. അത് നമ്മുടെ അനുഗ്രഹം ആരെങ്കിലായിരിക്കുന്നത്? നമ്മുടെ അനുഗ്രഹം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്താണ്? നമുക്ക് മഹാപുരോഹിതനുമുണ്ട്, സഹായിക്കാനും കഴിവുണ്ട്. പ്രശ്നം എവിടെയാണ്? നമ്മളിത് മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സഹായത്തിനായിട്ട് എന്താണ്? കൃപാസനത്തോടെ അടുത്തേക്ക് ധൈര്യത്തോടെ ചെല്ലുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ ന്യൂ ഇയറിൽ, ഈ പുതിയൊരു വർഷത്തില് ഈ ഒരു ചിന്ത നിങ്ങളെ വളരെയധികം ബലപ്പെടുത്തട്ടെ. എന്താണ്? എനിക്കൊരു ദൈവം, എനിക്ക് വേണ്ടി അപ്പിയർ ചെയ്ത ദൈവം ഉണ്ട്, ഞാനത് മുറുകെ പിടിക്കണം. 2, ഇത് മുറുകെ പിടിക്കുന്നത് എന്ത് ചെയ്യണം? ഏത് സമയത്തും ധൈര്യത്തോടെ എന്റെ ആവശ്യം ഇതാണ്, എന്റെ അപ്പ എന്നെ നീ സഹായിക്കണം, എന്റെ പ്രശ്നം ഇതാണ്, നീ എന്നെ സഹായിക്കണം, എന്റെ ബലഹീനത ഇതാണപ്പാ, എന്നെ നീ സഹായിക്കണം, നിസ്സായ അവസ്ഥ ഇതാണ് എന്റെ അപ്പ, നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ എന്തുണ്ട്? പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, വിടുതലുണ്ട്. ഞാൻ പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിശാച് വീഴിക്കാൻ തക്കണം, തള്ളാൻ പറ്റും. പക്ഷെങ്കിൽ താങ്ങാനായിട്ട് ഒരാൾ നമുക്ക് ഉണ്ട്. ഈ ദൈവത്തെ താങ്ങും തണലും കരുതലും ഒക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.